അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. ബീഫ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അതിൻ്റെതായ ആ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. നമ്മൾ ഇതിനെ കുരുട്ടി പൊരിച്ചത് എന്നാണ് പറയാം. മസാലയൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുത്ത ബീഫിനെ എണ്ണയിലിട്ട് നന്നായി വറ്റിച്ച് കുറുക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ ഈ റെസിപ്പി. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് നന്നായി കഴുകിയെടുത്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1 കിലോനടുത്ത് ബീഫ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പം തനിയായിട്ടുള്ള ബീഫാണ് കേട്ടോ, എല്ലാം കൊട്ടോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബീഫും നമുക്ക് എടുക്കാം കേട്ടോ. എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ബീഫും ഇതുപോലെ ചെയ്യാം, അത് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാനിപ്പം കുക്കറിലേക്ക് എല്ലാ ബീഫും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് നമ്മൾ എന്ത് കറിയാക്കിയാലും എന്ത് തന്നെ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയാലും വേവിക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ സവാളയുടെ പകുതി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഈ സമയം വേണമെങ്കിൽ ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പം തക്കാളി ചേർക്കുന്നില്ല. ആ തക്കാളിയുടെ ആ പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബീഫിലേക്ക് എല്ലാ മസാലയും ഇപ്പോൾ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം വേവിക്കാനായി വെക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബീഫ് മുങ്ങുന്ന കണക്കിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 വിസിലിന് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇപ്പോൾ ഒരു 5 വിസിലിന് ശേഷം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ ഇതിപ്പോൾ ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല. നമ്മളിത് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയം ഇത് നന്നായി വെള്ളമൊക്കെ ഈ ബീഫിലേക്ക് പിടിച്ചിട്ട് വറ്റി വന്നോളും. അപ്പോൾ ഞാനിപ്പം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന ഡിഷസിന് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഇതിങ്ങനെ വറ്റിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കും എന്നുള്ള ആ ഒരു പേടിയൊന്നും ഇല്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ആ മൂത്ത് വരുന്നതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇതിന്. കറിവേപ്പില നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം ഈ എണ്ണയിലൊക്കെ കടന്നിട്ട് നന്നായി ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇപ്പോൾ അടിയിൽ പിടിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് മറ്റു പണികളുണ്ടെങ്കിൽ അതും ചെയ്ത് തീർക്കാം ഇതിനിടയിൽ തന്നെ. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇടക്കിടക്ക് ഇതുപോലെ നമുക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയി ഈ മസാലയൊക്കെ എന്ത് ചെയ്യണം, ബീഫിലേക്ക് നന്നായി പിടിച്ച് കിട്ടും. അപ്പോൾ അതുവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അല്ലാതെ നമ്മൾ ഇതുപോലെ തന്നെയാണ് മക്കൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊടുത്തയക്കാറ്. നന്നായി ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ വറ്റിച്ച് കുറുക്കി ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് പാക്ക് ചെയ്ത് കൊടുത്ത് വിടാറാണ്. അവരത് വാട്ടിപ്പത്തിരിയുടെ കൂടെയോ അല്ലെങ്കിൽ കുബൂസ് അങ്ങനെയുള്ളതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവർ കഴിക്കാറാണ്. ഇതിപ്പം ഞാൻ മാക്സിമം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. ചെറുതായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ പുറമേ തെളിഞ്ഞ് കാണുന്നുണ്ട്. മസാലയൊക്കെ ഈ ബീഫിലേക്ക് നന്നായി പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പം ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനി അധികം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആയിപ്പോവും. ഇപ്പം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞത് കണ്ടോ. ഇപ്പോൾ ഈ ബീഫിലേക്ക് നന്നായി മസാലയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്പൈസും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം.
ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ഞാനിപ്പം 1-2 ടേബിൾ സ്പൂൺ ഓയിലും 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഞാനിപ്പോൾ ഒരു പിടിയോളം ചെറുതായി കൊത്തിയരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇതൊന്ന് മുരിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒരു ലൈറ്റ് കളറൊക്കെ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കി എടുക്കാം. ബീഫ് പിന്നെ ചൂടാക്കണം എന്നില്ല, എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും സ്പൈസും ഫ്ലേവറും ഉണ്ടാവും. അപ്പം എല്ലാം കൂടെ നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചൂടോടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുകയാണ്. നമുക്കിത് ഗീ റൈസിനോടൊപ്പം അല്ലാതെ സാദാ ചോറിനോടൊപ്പം സെർവ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്കിത് ചപ്പാത്തിയോടൊപ്പം പൊറോട്ടയോടൊപ്പം റോൾ ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പെപ്പർ ബീഫ് ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഗൾഫിലേക്ക് കൊടുത്തയക്കാറുണ്ടെന്ന്. അപ്പോഴും നമ്മൾ തക്കാളിയൊന്നും ചേർക്കാറില്ല കേട്ടോ. തക്കാളി ചേർത്തിട്ട് ദൂരത്തേക്ക് കൊടുത്തയക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പുളിപ്പ് കൊണ്ട് ഇത് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം തക്കാളി ചേർക്കാതെ ഇത് ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. ആ മെയിൽ ID യാണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. Till then, take care and bye from Maimun's Kitchen.